ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി തുടർന്ന് ഹിറ്റ് സിനിമകൾ നൽകിയ ഒരു അഭിനേത്രിയാണ്. ഈ അഭിനേത്രി വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള സിനിമകളിൽ അഭിനയിച്ച് സിനിമയിൽ തനിക്കെന്നൊരു സ്ഥാനം നേടിയിരിക്കുന്നു. അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ചേർന്ന് സ്വാഗതം ചെയ്യാം. വിദ്യാ ബാലൻ. വിദ്യാ ബാലൻ, ആപ്കി അദാലത്തിലെ സ്റ്റാഫും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജി ചന്ദൻ മിത്രയുടെ അനുവാദം തുടങ്ങാം വിചാരണ തുടങ്ങുന്നതിന് വേണ്ടി. ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ വിചാരണ തുടങ്ങാൻ പോയാണ്. ആപ്കി അദാലത്തിൽ വിദ്യാ ബാലന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ വിദ്യാ ബാലന്റെ മേലുള്ള കുറ്റാരോപണം. ഇവർ ഇമേജ് മാറ്റാൻ വേണ്ടി എന്തിനും തയ്യാറാണ് എന്നുള്ളതാണ്. വിദ്യ മേഡം, ഇപ്പോൾ താങ്കൾ ആപ്കി അദാലത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ താങ്കളെ കാണാൻ ഒരു മനോഹരമായ രൂപഭംഗിയുണ്ട്. അതെ, തീർച്ചയായും. കുട്ടിക്കാലത്ത് ഇമേജിനെ കുറിച്ച് താങ്കൾക്ക് യാതൊരു ബോധവും ഇല്ലായിരുന്നു. ശരിക്കും വണ്ണമുള്ള വ്യക്തിയായിരുന്നു കേട്ടു. അതെ, തടിച്ചിട്ടായിരുന്നു. തടിച്ചതാണെന്ന് വെച്ചാ എങ്ങനെയാ അത് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. 10 വയസ്സിൽ 100 കിലോ വെയിറ്റ് ആണോ? ആ, ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. ഞാൻ 100 കിലോ വരെ ഒന്നും പോയില്ല. പക്ഷേ കുറച്ചു നാളുകൂടെ അങ്ങനെ വിട്ടിരുന്നെങ്കിൽ 100 കിലോ വരെ എത്തിയേനെ. ഞാനൊരു ഭക്ഷണപ്രിയയാണ്. നേരത്തെ വളരെ തടിച്ചിട്ടായിരുന്നു. ആഹാരം കഴിക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യില്ലേ? അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് വോളിബോളിന് വിടാറുണ്ടായിരുന്നു. ത്രോ ബോളിനും പിന്നെ ബാസ്കറ്റ് ബോളിനും വിടുമായിരുന്നു. ഇങ്ങനെയെങ്കിലും പോയി കളിച്ചിട്ട് എന്റെ വെയിറ്റ് കുറയുന്നായിരുന്നു അമ്മയുടെ വിചാരം. പക്ഷെ അവിടെ പോയി എന്താണെന്ന് പറയുന്നതെന്നറിയോ? ആക്ച്വലി എനിക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ നടക്കാൻ പോവാ, എന്നെ കൊണ്ട് കളിക്കാൻ കഴിയില്ലെന്ന് പറയുമായിരുന്നു. അത്രയ്ക്ക് ലേസി ആയിരുന്നു ഞാൻ. പക്ഷേ കുട്ടിക്കാലത്ത് ഇമേജിനെ കുറിച്ച് താങ്കൾക്ക് യാതൊരു ബോധവും ഇല്ലെന്നറിഞ്ഞു. ശരിക്കും തടിച്ച വ്യക്തിയായിരുന്നെന്ന് കേട്ടു. ഇപ്പൊ പറഞ്ഞാ വിശ്വസിക്കില്ല. നന്നായിട്ട് തടിച്ചിരുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഞാൻ മാധുരി ദീക്ഷിത്താണെന്ന്. എല്ലാരും ചെറിയ വയസ്സില് ഇതുപോലുള്ള ചിന്തകളിലൊക്കെയല്ലേ ജീവിക്കുക. നമ്മുടെ ചൈൽഡ്ഹുഡ് അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ എങ്ങനെയാണ് താങ്കൾ സിനിമയ്ക്കുള്ളിലേക്ക് വന്നത്? വലിയൊരു യാത്രയായിരുന്നു എന്ന് വേണം പറയാൻ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആർട്ട് ഫിലിംസ് നിറയെ ചെയ്യുമായിരുന്നു. 100 മേളിൽ ആർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മ്യൂസിക് വീഡിയോസ്, അതിനുശേഷം സൗത്തിൽ നിന്ന് നിറയെ ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നു. പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല. ഫൈനലി താങ്കൾ ഒരു കാര്യം മനഃപൂർവ്വം മറച്ചിരിക്കുകയാണ്. ഞാനിപ്പോ ആ കാര്യം കാണിക്കാം. സൗത്തിൽ താങ്കൾ 10 സിനിമ സൈൻ ചെയ്തു, പക്ഷെ അതിൽ നിന്നൊക്കെ എടുത്തു മാറ്റി. ഇല്ലില്ല. അങ്ങനെ വേണമെങ്കിലും പറയാം. എന്റെ ആദ്യത്തെ മൂവി ഒരു വലിയ മലയാളം മൂവിയായിരുന്നു, മോഹൻലാൽ സാറിന്റെ കൂടെ. അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ചിത്രീകരണത്തിന്റെ വേളയിൽ മോഹൻലാൽ സാറിനും ഡയറക്ടർ സാറിനും എന്തോ പ്രശ്നം ഉണ്ടായി. മൂവി തന്നെ ഡ്രോപ്പായി. പക്ഷേ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാലും രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ തീർത്ത് വീണ്ടും മൂവി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ അവിടെ നിറയെ മലയാളം ഡയറക്ടേഴ്സ് മലയാളം മൂവിക്ക് വേണ്ടി എന്നെ ബുക്ക് ചെയ്തു. ഈ മൂവി ഇനിയും തുടരുകയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാവരും എന്നെ ഒരു ജിൻസായിട്ട് കണ്ടു. ഞാൻ മഞ്ജുലി കാറോൾ അപ്പം മുതലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇല്ല, ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് വാസ്. അവരെന്തിനാണ് അങ്ങനെ ചിന്തിച്ചെന്നറിയില്ല. ജിൻസായിട്ട് കണ്ടിട്ട് എന്നോട് പറയാതെ പോലും എല്ലാ പ്രോജക്റ്റിൽ നിന്നും എന്നെ മാറ്റി നിർത്തി. പിന്നീട് ഐ വാസ് ലെഫ്റ്റ് വിത്ത് നത്തിങ്. മറ്റൊരു വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യൻ ഫിലിംസിൽ താങ്കളെ ജിങ്സായിട്ടാണ് കരുതുന്നത്. പക്ഷെ താങ്കളുടെ ആദ്യത്തെ ഹിന്ദി സിനിമ തന്നെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതെ, അതെന്റെ നല്ല സമയമായിരുന്നു. ഒരു സമയത്ത് ഹോളിവുഡിൽ എന്നെ എന്താണ് പറയാൻ തുടങ്ങിയെന്ന് വെച്ചാ ഷീസ് എ ലക്കി മാസ്കറ്റ്. സോ ഐ ജസ്റ്റ് തിങ്ക് ഇതെന്റെ നല്ല സമയമാണെന്ന് വിചാരിച്ചു. താങ്ക് ഗോഡ് അതെല്ലാം മാറി മറിഞ്ഞു. പക്ഷേ പരിണിതയിൽ അഭിനയിച്ചതിന് ശേഷം താങ്കൾക്കൊരു പുതിയ ഇമേജ് ലഭിച്ചു. അതെ. ഒരു ബംഗാളി ശാലീന സൗന്ദര്യമുള്ള പെൺകുട്ടിയായി. അതിനുശേഷം ആ ഇമേജ് താങ്കളോടൊപ്പം തന്നെ ചേർന്നുപോയി. അത് ഇല്ലാതാക്കാൻ വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടോ?
ഐ തിങ്ക് ഐ എം റിയലി ഹാപ്പി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫിലിം കരിയറിൽ ആദ്യം തന്നെ നല്ലൊരു മൂവി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. എപ്പോഴും ഒരു 10-15 മൂവി ചെയ്തതിന് ശേഷമല്ലേ പരിണീതി പോലൊരു പടം കിട്ടാറ്. അതുവരെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇമേജ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സീൻ ആരംഭിച്ചപ്പോൾ തന്നെ എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടി. ചില നേരത്ത് ആൾക്കാരൊക്കെ പറയാറുണ്ട് അതെന്താണെന്ന് വെച്ചാ വിദ്യാബാലന്റെ പോലെയല്ലാതെ വേറെന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷെ ഇതുവരെ അതെനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. വിദ്യാബാലന്റെ പോലെ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ അവർക്കത് വേണ്ടാന്ന് പറയുന്നു. ബട്ട് ഐ എം ക്വൈറ്റ് ഹാപ്പി ബിക്കോസ് ഇതുവരെ എനിക്ക് കിട്ടിയ റോളുകളെല്ലാം അതിൽ കൂടി നിറയെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും പഠിക്കുവാനും സാധിച്ചു. എന്നോട് മറ്റൊരു വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, ആ റോൾ മാറ്റാൻ വേണ്ടി താങ്കൾ വളരെയധികം ബുദ്ധിമുട്ടിയെന്ന്. പിന്നെ ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു ഒരു പാർട്ടിയിൽ വിദ്യാബാലൻ നന്നായിട്ട് മദ്യപിച്ചിട്ട് ഒരു ചെയറിന്റെ പുറത്ത് കയറി ഡാൻസ് കളിച്ചെന്ന്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ചാൽ മദ്യപാനശീലമില്ലാത്ത ഒരു വ്യക്തി ഒരു പാർട്ടിയിൽ വെച്ച് മദ്യപിക്കുകയാണെങ്കിൽ അവരുടെ സാഹചര്യം എങ്ങനെയായിരിക്കും എല്ലാവർക്കും അറിയാം. ഒരു പാർട്ടിയിൽ വെച്ച് വിദ്യാബാലനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. വിദ്യ മദ്യപിച്ചതിന് ശേഷം ചെയറിന്റെ മുകളിൽ കയറി ഡാൻസ് കളിച്ചു. ഞാൻ ഇതുവരെ ചെയറിന്റെ പുറത്ത് ഡാൻസ് കളിക്കാനല്ലാതെ കേറിയിട്ടേ ഇല്ല, സിനിമയിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത് എപ്പോ എവിടെയാണ് നടന്നതെന്ന് ഒരു ഓർമ്മയില്ല. പക്ഷേ താങ്കളുടെ ഇഷ്കിയ സിനിമയിൽ താങ്കൾ നന്നായിട്ട് കുടിച്ചിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു സീനുണ്ട്. അതെ, ഞാൻ കുടിച്ചില്ല, പക്ഷെ ആക്ട് ചെയ്തു. അതെ, ആക്ടിങ് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഞാനിത് എങ്ങനെ ചെയ്യുന്നോർത്ത് പേടിച്ചിരുന്നു. മദ്യലഹരി പാമ്പായിട്ട് ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ തിങ്ക് എങ്ങനെയോ അത് ചെയ്തു. പാട്ട് വളരെ പവർഫുൾ ആയിരുന്നു, അതുകൊണ്ട് അതിന്റെ കൂടെ സിങ്കായി ഞാനും ഡാൻസ് ചെയ്തു. പിന്നെ മറ്റൊരു പേപ്പറിൽ എഴുതിയിരുന്നു ഇഷ്കിയയിൽ വിദ്യാബാലൻ പ്രേമത്തിന്റെ ഗുരുവായിരുന്നു. ഹർഷദ് വാസിക്കും നസറുദ്ദീൻ ഷായ്ക്കും താങ്കൾ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു? അതെ, ആ ക്യാരക്ടറാണ് അവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചത്. ബേസിക്കലി അവരെ രണ്ടുപേരെയും സ്നേഹത്തിനുള്ളിൽ വീഴ്ത്തണമെന്നായിരുന്നു. അവൾക്ക് അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ അവൾ അതൊന്നും ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ അവരാണ് ഇവരുടെ സ്നേഹത്തിൽ വീഴാൻ തയ്യാറായി നിന്നത്. ഇതിനെ ഒരു ത്രികോണ ശക്തി കണ്ടതിന് ശേഷം ജനങ്ങൾ വിദ്യാബാലൻ ഇങ്ങനെയാണെന്ന് കരുതും. ഒരുപക്ഷെ അങ്ങനെ വിചാരിച്ചാൽ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലേ എന്റെ ഇമേജ്. താങ്കളുടെ ഇമേജ്, അതായത് പല കാര്യങ്ങളും സംസാരിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ ഇമേജ് മാറുന്നത്? ന്യൂസ് പേപ്പറിൽ താങ്കളെക്കുറിച്ച് പല കാര്യങ്ങളും വരാറുണ്ട്, അതുപോലെ ടെലിവിഷനിലും വരാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എൻ്റെ അടുത്തൊരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ വിദ്യാബാലനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. അമിതാഭ് ബച്ചന്റെ അമ്മയായിട്ട് അഭിനയിച്ചത് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എന്റെ കുട്ടികളോട് എനിക്ക് അഭിമാനത്തോടെ പറയാം, നിങ്ങളുടെ വലിയ ഏട്ടൻ അമിതാഭ് ബച്ചനാണെന്ന്. ആപ്കി അദാലത്തിൽ നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാബാലനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതുപോലെ കുറ്റങ്ങൾ ആരോപിക്കുന്നുമുണ്ട്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ വിദ്യാബാലന്റെ മേലുള്ള കുറ്റാരോപണം എപ്പോഴും ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നൽകുന്നു എന്നുള്ളതാണ്. വിദ്യാബാലൻ, ഞാൻ താങ്കളുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ജനങ്ങളോട് പറയാൻ പോകുകയാണ്. ഒരുപക്ഷെ അവര് കറണ്ട് ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കും. താങ്കളെ ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ്. പാന്നുള്ള സിനിമയിൽ താങ്കൾക്ക് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്, ബെസ്റ്റ് ആക്ട്രസ്. താങ്ക് യു. സോ അമിതാഭ് ബച്ചന്റെ അമ്മയായിട്ട് അഭിനയിച്ച എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എന്റെ കുട്ടികളോട് എനിക്ക് അഭിമാനത്തോടെ പറയാം, നിങ്ങളുടെ വലിയ ഏട്ടൻ അമിതാഭ് ബച്ചനാണെന്ന്. ഇങ്ങനെയൊരു അവസരം എല്ലാവർക്കും കിട്ടുമോന്നറിയില്ല. അതുമാത്രമല്ല 13 വയസ്സുള്ള അമിതാഭിന്റെ അമ്മ ക്യാരക്ടറാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണിത്. നിറയെ ആക്ട്രസസ് അദ്ദേഹത്തിന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഓൾഡർ അമിതാഭ് ബച്ചന്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. പക്ഷെ എനിക്ക് അഭിഷേകിനെ പോലൊരു മകൻ വേണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് വിവാദങ്ങൾ തുടങ്ങിയത്. എന്റെ അടുത്ത് വന്ന് ആരോ ഒരാൾ ചോദിച്ചു, അതായത് ഇപ്പോ ഉള്ള ഹീറോയിൽ നിന്നും എന്റെ മോനായിട്ട് ആരെങ്കിലും സെലക്ട് ചെയ്യേണ്ടി വന്നാ നിങ്ങൾ ആഫ്റ്റർ മിസ്റ്റർ ബച്ചൻ ആരെ സെലക്ട് ചെയ്യും? അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് അഭിഷേക് ബച്ചന്റെ പേര് പറഞ്ഞു. അദ്ദേഹം അമിതാഭ് ബച്ചനെ പോലെയല്ലേ? മോനെ അഭിനയിക്കാൻ വേണ്ടിയാണോ? അങ്ങനെ ആയിരിക്കാം. ഞാൻ അഭിഷേകിന്റെ പേരാണ് പറഞ്ഞത്. ഹീസ് വെരി വെൽ ബ്രോട്ട് അപ്പ്.
ഗായ്. അതുപോലെ താങ്കൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, പായൽ അഭിനയിക്കുന്ന സമയത്ത് അഭിഷേക് ബച്ചന്റെ കണ്ണിൽ ഒരു മാജിക്. അത് സത്യാണ്. ആസ് എ കോ ആക്ടർ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ റിഹേഴ്സൽ ഒന്നും ചെയ്യില്ല കേട്ടോ. വളരെ സ്പോണ്ടേനിയസ് ആണ്. അദ്ദേഹം ടേക്കിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പോലും കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ ഒരു ഹോണസ്റ്റി ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ കണ്ണിൽ മാജിക് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഐശ്വര്യ ഫീൽ ചെയ്യുമെന്ന് താങ്കൾ കരുതിയില്ല? ഇല്ല, ഐശ്വര്യ തന്നെ പറഞ്ഞു കാണും അവിടെയും പോയി മാജിക് കാണിച്ചോ. ഇല്ല, എനിക്ക് നന്നായിട്ടറിയാം. എന്താണെന്ന് വെച്ചാ ഞാൻ ഏത് കോണ്ടാക്ട്സിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. അപ്പൊ ഇത് ഏത് കോntestലാണ് പറഞ്ഞത്? അതായത് ഷാരൂഖ് ഖാനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അതുപോലെ ആവശ്യം വരികയാണെങ്കിൽ ഗൗരി ഖാനെ കൊല്ലാനും തയ്യാറാണെന്ന്. ഷാരൂഖ് സച്ച് എ റൊമാൻറ്റിക് ഹീറോ. മാത്രമല്ല എനിക്ക് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊരു തമാശയായിട്ടാണ് പറഞ്ഞത്. But maybe I could kill her. ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ്. ഇടയ്ക്കിടയ്ക്ക് താങ്കൾ ഇങ്ങനെയുള്ള ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നൽകാറുണ്ട്. ഇതിനു മുൻപ് താങ്കൾ പറഞ്ഞു ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഞാൻ കിസ് ചെയ്യാൻ തയ്യാറാണെന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അല്ല, ഇതിനെക്കുറിച്ചും പേപ്പറിൽ വന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ താങ്കളെ കാണിക്കാം. അവരുടെ ഇഷ്ടത്തിന് അവരെന്തൊക്കെയോ എഴുതുന്നു. അല്ലെങ്കിൽ താങ്കളുടെ സിനിമയുടെ ഒരു സീൻ ഞാൻ വേണേ ഇട്ട് കാണിക്കാം. താങ്കൾ ഏത് ഹീറോയോട് അഭിനയിച്ചാലും ഒരു കിസ് സീൻ തീർച്ചയായിട്ടും കാണും. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാനാണെങ്കിൽ 2 പ്രാവശ്യം. നിൽക്കൂ, ഞാൻ തന്നെ പറയാം. പരിണിതാവിൽ സഞ്ജയ് ദത്ത്. ഇല്ല, ഒരിക്കലും ഇല്ല. ഹേ ബേബിയിൽ അക്ഷയ് കുമാറിനെ. ഇല്ല. ഗുരുവിൽ മാധവൻ. അതെ, ഗുരുവിൽ മാധവൻ. ഏക് ലംബയിൽ സൈഫ് അലി. ഇല്ല. പിന്നെ അർഷദ് വാസി. ഞാൻ സമ്മതിക്കുന്നു, മാധവിന്റെ ഹർഷദിന്റെ കൂടെ ഈ സീൻ നടന്നിട്ടുണ്ട്. പക്ഷേ അതായത് ഇവിടെ ഇരിക്കുന്നവരൊക്കെ എന്താ കരുതുന്നെന്ന് വെച്ചാ തീർച്ചയായിട്ടും എന്തോ സംഭവിച്ചു. നിങ്ങളുടെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? മാഡം, ഇഷ്കിയ സിനിമയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറയോ ഞങ്ങൾക്ക് വേണ്ടി? അതും നിങ്ങളുടെ ഫേവറേറ്റ് ഡയലോഗ്. ഇഷ്കയില് വളരെ ഫണ്ണി ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്. മോശപ്പെട്ട വാക്കുകൾ വേണ്ട. ഇല്ല, അത് പറയില്ല. എന്റെ അടുത്ത് വന്ന് ഹർഷദ് കൈ മുറുക്കി പിടിച്ചിട്ട് ചോദിക്കും ബാഗ് എവിടെയെന്ന്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കണ്ണി നോക്കി വേണം മറുപടി പറയാനായിട്ട്. അതെത്ര ഫണ്ണി ആയിരുന്നെന്ന് വെച്ചാൽ ആ ഷോട്ട് എടുക്കാൻ വേണ്ടി ഏകദേശം 25 ടേക്ക് എടുക്കേണ്ടി വന്നു. ആ വരികൾ പറയാം. कि जब तुम मेरे कमरे की खिड़की पर टंगे हुए थे, वो तुम्हारे कमरे की सफाई कर रहा था. ഐ ഡോണ്ട് നോ, എനിക്ക് ആ വരികൾ അത്രത്തോളം തമാശയായിട്ടാ തോന്നിയത്. ഓരോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ചിരിക്കാൻ തുടങ്ങും. മാഡം, നിങ്ങൾക്കുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മുന്നാബായിൽ നിങ്ങൾ ആ സിനിമയിൽ മുംബൈ എന്നൊരു ഡയലോഗ് ഉണ്ടാകും. അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയോ മാഡം? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ആണോ? മാഡം, ഒരു തവണ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയൂ മാഡം. Good morning, Mumbai. താങ്ക് യു. പക്ഷെ താങ്കളുടെ ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിന്റെ പട്ടിക വളരെ ദൈർഘ്യമുള്ളതാണ്. കാരണം താങ്കൾ നസറുദ്ദീൻ ഷായെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എവരി വുമൺസ് ഡ്രീം, ഓരോ പെണ്ണിന്റെ സ്വപ്നവും നസറുദ്ദീൻ ഷായാണ്. റിയലി? ഞാൻ പറഞ്ഞിട്ടില്ലെന്നതുപോലെ ഷോക്കാവുന്നു. ഇല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അതുപോലെ താങ്കൾ ഗുൽസാറിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വലിയ ഏജ് ഡിഫറന്റ് ഇല്ലായിരുന്നു, ഞാൻ തന്നെ കല്യാണം കഴിച്ചേനെന്ന്. അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് ഞാൻ അദ്ദേഹത്തിന് വളരെയധികം ബഹുമാനം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഏത് രീതിയിൽ എഴുതുമെന്ന് വെച്ചാ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കല്യാണം കഴിക്കായിരുന്നു. താങ്കൾ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ, അതായത് ഗൗരി ഖാനെ കുറിച്ച്, അതുപോലെ ഗുൽസാർ സാറിനെ കുറിച്ച്, പിന്നെ 2 പേരുടെ പേര് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ ഫാമിലി ലൈഫ് എഫക്റ്റ് ആകില്ലേ? ഇല്ലില്ല. സഞ്ജയ് ദത്തിനൊപ്പം പരിണിത ചെയ്തു. അതിനുശേഷം ഒരു ന്യൂസ് പേപ്പറിൽ നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു. വന്നിരുന്നോ ഇല്ലയോ?
ആ വന്നിട്ടുണ്ട്. വല്ല അഫെയറും? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഞാൻ സഞ്ജയ് ദത്തിനോട് പരിണിത സെറ്റിൽ വെച്ച് ഒരു 2-3 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ സീനിയർ അല്ലേ. അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തന്നെ എനിക്കൊരു പേടിയായിരുന്നു. സോ സംസാരിക്കാൻ തന്നെ പേടിയാവുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ? കിസ്മത്ത് കണക്ഷൻ സിനിമ മുഖേന? അങ്ങനെയൊരു കണക്ഷൻ എന്റെ ജീവിതത്തിൽ വന്നിട്ടേയില്ല. സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അതെ. പക്ഷേ താങ്കൾ കാരണം മറ്റൊരാളുടെ വിധി മുറിഞ്ഞൊന്നും കേട്ടു? ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാ ഫിലിം മാഗസീനിലും എല്ലാ ന്യൂസ് പേപ്പറിലും ഈ ന്യൂസ് വന്നിരുന്നു. കരീന കപൂർക്കും ഷാഹിൽ കപൂറിനും നടുക്കുള്ള പ്രശ്നത്തിൽ പ്രധാനപ്പെട്ട കാരണം വിദ്യാബാലനാണെന്നുള്ളത്. ഓ ഗോഡ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേയില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാ മൂന്നാമതൊരാൾ കാരണം രണ്ടുപേർക്കിടയിലുള്ള കണക്ഷൻ കട്ടാവില്ല. അവർക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ then there is a place for third person. തേർഡ് പേഴ്സൺ കാരണം ഒരിക്കലും ഒരു നല്ല റിലേഷൻ കട്ടായി പോകില്ല. സോ ഇത് ഞാൻ സമ്മതിക്കില്ല. സോ ഇതിലൊരു സത്യമില്ലെന്ന് തന്നെ പറയാം. പിന്നെ മറ്റൊരു ന്യൂസ് പേപ്പറിൽ വന്നത് താങ്കൾ വെജിറ്റേറിയനായിട്ട് മാറാൻ പ്രധാനപ്പെട്ട ഇല്ലില്ല, കാരണം ഞാൻ ഷാഹിദ് കപൂറാണ്. ജനിച്ചതേ വെജിറ്റേറിയനായിട്ടാ. ഞാനൊരു തമിഴ് ബ്രാഹ്മണാണ്. ഞാൻ വളരെ കാലം മുട്ട പോലും കഴിക്കില്ലായിരുന്നു. സോ ഷാഹിദ് പറഞ്ഞതിന് ശേഷം നോ, നോട്ട് അറ്റ് ഓൾ, പോർ തിങ്. ഇതുപോലത്തെ ന്യൂസ് ഒക്കെ വരുന്ന സമയത്ത് താങ്കൾക്ക് അത് സഹിക്കണം, ഇത് നമ്മുടെ പ്രൊഫഷനിൽ ഉള്ളതാണെന്ന് കരുതാറുണ്ടോ? സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എല്ലാരും എന്നെപ്പറ്റി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒന്നും ചെയ്യാത്തപ്പോഴും എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഓർത്ത് ആദ്യം വിഷമിച്ചു. പക്ഷേ ഇപ്പൊ ഇതെനിക്ക് ഒരു ശീലമായിപ്പോയി. ഓഡിയൻസിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. മാഡം, നിങ്ങൾ ബുൽബുലയിലും പരിണിത എന്ന സിനിമയിലും നല്ലൊരു ക്യാരക്ടറാണ് അഭിനയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ക്യാരക്ടർ ബോറടിച്ചിരുന്നു? ഒരുപക്ഷെ ആ ക്യാരക്ടർ ബോറടിച്ചാൽ നിങ്ങൾ വേറെ എന്ത് ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ബോറൊന്നും അടിക്കാറില്ല. എന്താണെന്ന് വെച്ചാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ ഒരു നോർമൽ ക്യാരക്ടർ ചെയ്ത കാര്യം. ആൻഡ് അതിലും ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് മുജിലക്കയിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. മാത്രമല്ല പായിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ചെയ്തത്. ഇഷ്കിയ മൂവിലും നല്ലൊരു ക്യാരക്ടറായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ബോറേ ഇല്ലായിരുന്നു. ജീവിതത്തിൽ 2 വിഷയങ്ങളുണ്ടല്ലോ, നല്ലതെന്നും ചീത്തയെന്നും. അതിൽ തന്നെ നിറയെ കാര്യങ്ങളുണ്ട്. സോ വളരെയധികം വെറൈറ്റി ക്യാരക്ടർ കിട്ടുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. താങ്കളുടെ ആ മുജലിക്ക ക്യാരക്ടർ ഒരു പ്രേതത്തിന്റെ ക്യാരക്ടറാണ്. ഇപ്പോഴും മുതിർന്നവര് കുട്ടികളോട് പറയുന്നത് ഉറങ്ങിയില്ലെങ്കിൽ നിന്നെ വന്ന് മുജലിക്ക പിടിച്ചോണ്ട് പോകുന്നു. കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അത് ഞാനാണെങ്കിൽ ജനങ്ങൾ എനിക്ക് ഇതുപോലൊരു സ്വീകരണം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അതിനുശേഷം കുട്ടികളാണെങ്കിൽ എൻ്റെ കൂടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഈ മുഞ്ചിലിക്കയിലെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പാട്ടിട്ട് ഞാൻ കളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പാട്ടിട്ട് കൊടുത്ത് ഡാൻസ് കളിക്കുമ്പോൾ അതിനിടയ്ക്ക് അവൻ തന്നെ പേടിച്ചു. ആ പടത്തിലെ ഏത് സീനാണ് അവന് ഓർമ്മ എന്നറിയില്ല. സോ ഇതുപോലെ നിറയെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും ജനങ്ങൾ എന്നെ മൂഞ്ചിലിക്കാന്നുള്ള പേര് വെച്ചാണ് വിളിക്കാറുള്ളത്. അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. വിദ്യ മാഡം, വിചാരണയുടെ അടുത്ത ഘട്ടമുണ്ട്. ഓ, ആപ്കി അദാലത്തിൽ വിദ്യാബാലനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും ബ്രേക്കിന് ശേഷം. മോനെ ജോतो কথা কথা যত মনে মনে হি রাখো পিয়া পিয়া ডাকে পিউ ডাকে. മതി. ആപ്കി അദാലത്തിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അഭിനേത്രിയായ വിദ്യാബാലനാണ്. ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ വിദ്യാബാലന്റെ മേലുള്ള കുറ്റാരോപണം തന്റെ ലുക്ക് കാരണം പല വിമർശനങ്ങൾക്കും ആളാകുന്നു എന്നുള്ളതാണ്. താങ്കൾക്ക് തന്നെ അറിയാം വിദ്യാ മാഡം, താങ്കൾ പല ഡിഫറെന്റ് ക്യാരക്ടറുകൾ ചെയ്യുന്നുണ്ട്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ഡ്രസ്സിംഗ് അത്ര ശരിയല്ല എന്നുള്ളതാണ്. അതെ, അതായത് എനിക്കൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ചെയ്ത ക്യാരക്ടർ വെച്ച് ആരും എന്നെ ഇതുവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. താങ്കൾക്ക് നോക്കിയാൽ ഡ്രസ്സിന്റെ കാര്യത്തിൽ എന്നെ ഹയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ആരും എന്നെ ഹയർ ചെയ്തിട്ടില്ല. ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അതെനിക്ക് സൂട്ടായില്ല.
ആൻഡ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ ഈ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തി കൊടുക്കാറില്ല. ഞാൻ എന്ത് ചെയ്യണം ചെയ്യരുതെന്നൊന്നുമില്ല. അതിനുശേഷം എല്ലാം തലയ്ക്ക് മേളിലെത്തിയതിനു ശേഷമാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറുള്ളത്. അതിന്റെ ചില വിഷനിലൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് ജനങ്ങൾക്ക് വേണ്ട, കാണിക്കണ്ട. താങ്കൾ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നതെന്ന് ജനങ്ങളും ഒന്ന് കാണട്ടെ. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വളരെയധികം ഉണ്ട്. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ശരിയായെന്ന് തോന്നുന്നു. താങ്കൾക്കിത് ശരിയാക്കാമായിരുന്നു. അതായത് പാ പ്രീവ്യൂ ഷോയില്, ഓപ്ര പ്രീവിൻ ഷോയില് ഐശ്വര്യ റായി കെട്ടിയിട്ട് വന്ന അതേ സാരി തന്നെ. അത് തീർച്ചയായിട്ടും ആ സാരിയല്ല. ഇതുവരെ ഞാൻ ഓപ്ര പ്രീവെൻ ഷോ കണ്ടിട്ടില്ല. പിന്നെ സബ്യാസാച്ചിയാണ് പടത്തിൽ ഡിസൈൻ ചെയ്തത്. ഞാൻ അവരോടാണ് ഒരു സാരി വാങ്ങിയിട്ട്, പ്രീമിയറിന് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഐ സെലക്റ്റഡ്. ആ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എടുത്തോണ്ട് പോയി. അതെനിക്ക് വളരെ നന്നായിരുന്നു. എന്റെ അടുത്തൊരു ഫോട്ടോ ഉണ്ട്. അതായത് അവരുടുത്തതുപോലെ തന്നെ സാരി താങ്കൾ ഉടുത്തിരിക്കുന്നു. ഇല്ല, ബോർഡർ വ്യത്യാസം ഉണ്ടല്ലോ. കുറച്ച് വ്യത്യാസമേ ബ്ലൗസും വേറെയാണ്. പക്ഷേ ബേസിക് ഡിസൈൻ സെയിം ആണ്. അതെ, സബ്യാസാച്ചിയാണ് ആ 2 സാരി എനിക്ക് തന്നത്. ഫാഷൻ ഇല്ല, ഒരിക്കലും ഇല്ല. ഈ 2 സാരിയും ഡിസൈൻ ചെയ്തത് സബ്യാസാച്ചിയായിരുന്നു. എനിക്ക് അവർ ചെയ്യുന്ന ഡിസൈൻ വളരെ ഇഷ്ടമായിരുന്നു. പറഞ്ഞു തന്നാ അവരുടെ ഡിസൈനാണ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവര് വളരെ കഴിവുള്ളൊരു ഡിസൈനറാണ്. ഞാൻ അവരെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഈ കാര്യം ഒന്നും അറിയില്ലായിരുന്നു. ഇതേ ടൈപ്പിൽ സിമിലർ ആയിട്ടുള്ള സാരി ഉടുത്തിരുന്ന കാര്യം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാ, there is a difference. ഒരുപക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ താങ്കളുടെ മിസ്റ്റേക്കുകളൊക്കെ ശരിയാക്കിയതായിട്ട് കരുതുന്നുണ്ടോ? അതെ, അത് ഞാൻ സമ്മതിക്കുന്നു, തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. ഇപ്പൊ ജനങ്ങൾ അത് അംഗീകരിച്ചോന്ന് അവരോട് തന്നെ ചോദിക്കൂ. മാം, ഞങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ട് നിങ്ങളുടെ തുടക്കകാലത്ത് വളരെ സിമ്പിളും സത്യസന്ധമായ റോളുകളുമാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഹേ ബേബി, ഗുരു ഇതുപോലുള്ള റോളുകൾ ഈ സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ആക്ട്രസ് എന്ന നിലയിൽ താങ്കൾ വേറെ മാർഗമില്ലാതെ ഇതെല്ലാം ചെയ്യുന്നതാണോ? നോ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് അബൌട്ട് ദ ക്ലോസ് അറ്റ് ഓൾ. ഐ തിങ്ക് ഒരു ആക്ട്രസിന് ഓരോ പ്രാവശ്യം ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു ചാലഞ്ചിങ് ആയിരിക്കും. ആൻഡ് സംടൈം ഇറ്റ്സ് വർക്ക്, സംടൈം ഇറ്റ്സ് ഡസൻറ്റ് വർക്ക്. സോ ഇറ്റ്സ് സെറ്റ് ഇൻ ഗാമ്പിൾ. സോ ഓരോ പ്രാവശ്യം പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ചിലപ്പം വിജയിക്കും, അല്ലെങ്കിൽ അത് പാഴായിപ്പോവും. തുടക്കത്തിലൊക്കെ താങ്കൾ വളരെ റിജിഡ് ആയിരുന്നു. ലവ് സീനൊക്കെ ചെയ്യുന്ന സമയത്ത് വസ്ത്രം പൂർണ്ണമായിട്ടും ധരിച്ചിരുന്നു. ഇപ്പോഴും ഇടുന്നുണ്ടല്ലോ. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ അല്ലേ? ഇല്ല, അതിലൊരു മാറ്റവും ഇല്ല. പക്ഷെ ഒരു സെൻസേഷണൽ ഫോട്ടോ സെക്ഷൻ താങ്കൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഫോട്ടോസ് ഇപ്പൊ താങ്കളെ കാണിക്കാം. അതിൽ എത്രത്തോളം താങ്കൾ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. കാണിക്കൂ. ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ആ വിദ്യാബാലൻ, ഒരു ഹോംലി ക്യാരക്ടറുകൾ ചെയ്തിരുന്ന ആ വിദ്യാബാലൻ, നമ്മുടെ ഓഡിയൻസും അതിനെക്കുറിച്ച് താങ്കളോട് ചോദിച്ചിരുന്നു. താങ്കൾ ആ ക്യാരക്ടറൊക്കെ വിട്ടിട്ട് ഒരു പുതിയ ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുകയാണോ? ഇല്ല, ഞാൻ വിചാരിക്കുന്നു ഒരു ആക്ടറിന് ഒരിക്കലും ലിമിറ്റേഷൻ ഉണ്ടാവാൻ പാടില്ല. ഓരോ പ്രാവശ്യവും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. ചില സമയത്ത് ഇതുപോലുള്ള ഫോട്ടോഷൂട്ട്സ്, അതായത് പുതിയതായിട്ട് എന്തെങ്കിലും കാണിക്കേണ്ടതായി വരും. പക്ഷേ ആരുടെ കൂടെ ചേർന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നതിലാണ് കാര്യം. അതിൽ താങ്കൾ പറഞ്ഞതുപോലെ ന്യൂഡിറ്റി കാണിക്കാൻ പാടില്ല. എനിക്ക് അവരുടെ കൂടെയൊക്കെ എന്താണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ, കുറച്ച് ഈവൻ ഇഫ് യു ഡൂയിങ് സംതിങ് ഡിഫറെന്റ് ആൻഡ് ബോൾഡ്, ഇറ്റ് വിൽ നോട്ട് ലുക്ക് ഡേർട്ടി. അതിനുശേഷം ഞാൻ അതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യാറുള്ളൂ. താങ്കൾ ഒരു ലക്കിയാണെന്ന് ഞാൻ പറയും. അതായത് നല്ല നല്ല ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള സീനുകളിൽ പോലും ന്യൂഡിറ്റി ഇല്ലാതെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ താങ്കൾക്ക് സാധിച്ചത്. താങ്ക് യു. തുടക്കം മുതലേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് താങ്കൾ ചെയ്യുന്നത്. അതെല്ലാം വളരെ നന്നായിരുന്നു. താങ്കളുടെ ഡ്രീം റോൾ എന്താണ്? ഇനി എങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹം?
അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഡ്രീം റോളൊന്നും ആരുമില്ല. എന്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് റോൾ ചെയ്താലും അത് മറ്റ് ആക്ട്രസിനും ഒരു ഡ്രീം ആയിരിക്കണം. പക്ഷേ അതുപോലെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതായത് എനിക്കിഷ്ടപ്പെട്ടതുപോലെ ഒരു റോൾ കിട്ടണം, അല്ലെങ്കിൽ ഇഷ്കയിലെ പോലൊരു റോൾ കിട്ടണം. എന്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേരുന്നത് പോലൊരു റോളാണ് അവരെഴുതുന്നത്. അതിൽ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഐ തിങ്ക് ഇതുപോലൊക്കെ നടക്കുന്നത് വരെ ഞാൻ സേഫ് ആണ്. മാഡം, നിങ്ങൾ പാടുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പാടുമെന്നോ? അതെ മാഡം. അത് എപ്പോ പിന്നെ പറഞ്ഞു? പറഞ്ഞിരുന്നു. എനിക്ക് നന്നായി പാടാനൊന്നും അറിയില്ല. അത് സാറില്ല മാഡം, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ? ജനങ്ങൾ ഇത്രത്തോളം റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. ആക്ച്വലി ഞാനിപ്പോ പാടിയ എന്റെ അമ്മയ്ക്ക് ചെയ്ത സത്യം ഇല്ലാതാവുന്നത് പോലെയാകും. അമ്മ പറഞ്ഞിട്ടുണ്ട് നീ ഒരു നല്ല ആക്ട്രസ് ആണ്, പക്ഷേ ദയവ് ഇത് പാട്ട് പാടരുതെന്ന്. ഇത്രയും ചോദിക്കുന്നതുകൊണ്ട് ഞാനൊരു പാട്ട് പാടാം, പക്ഷെ എല്ലാരും ചേർന്ന് പാടണം കേട്ടോ. पियू बोले पिया बोले क्या ये बोले जानी ना. ഈ പാട്ട് ബംഗാളിയിലും പാടിക്കേപ്പിക്കാം. মনে যত কথা কথা যত মনে মনে হি রাখো পিয়া পিয়া ডাকে পিয়ু ডাকে. അത്രേ ഉള്ളൂ. ഞങ്ങൾ താങ്കളോട് പല ചോദ്യങ്ങളും ചോദിച്ചു. അതിനെല്ലാം താങ്കൾ വളരെ ക്ഷമയോടുകൂടി ഉത്തരം നൽകുകയും ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ഡോക്ടർ ചന്ദൻ മിത്തയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. पल 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 हर पल कैसे कटेगा पल हर पल दिल 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 में मची है हलचल. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരുന്നത് വിദ്യാബാലനോടാണ്. വിദ്യാബാലനോട് നമ്മൾ അവരുടെ ഗെറ്റപ്പ് ചേഞ്ചിനെ കുറിച്ച് ചോദിച്ചു, അടുത്ത സിനിമകളെ കുറിച്ച് ചോദിച്ചു, അതുമാത്രമല്ല അവരുടെ കണക്ഷനെ കുറിച്ചും നമ്മൾ അവരോട് ചോദിച്ചു. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജി എന്ത് ജഡ്ജ്മെന്റ് ആണ് നൽകാൻ പോകുന്നതെന്ന് നമുക്ക് കേൾക്കാം. ജനങ്ങളുടെ അഭിഭാഷകൻ മിസ്റ്റർ രജിത് ശർമ്മ കഠിനമായ ചോദ്യങ്ങൾ ഒപ്പം ആരോപണങ്ങളെ വിദ്യാബാലൻ വളരെ ആത്മവിശ്വാസത്തോടെ ചിരിച്ചുകൊണ്ടുതന്നെ അത് ഫേസ് ചെയ്തു. അവര് പറയുന്ന ഓരോ വാക്കുകളും വിശ്വസിക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞ ഉത്തരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ കോടതി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. നമ്മുടെ വിദ്യാബാലന് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അവർ ഇതേപോലെ ഒരുപാട് കൊല്ലങ്ങൾ ജനങ്ങളെ ഇതേപോലെ സന്തോഷിപ്പിക്കണം. അതോടൊപ്പം നല്ല അഭിനയം ഒപ്പം നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. എല്ലാവർക്കും ഒരു ഉദാഹരണമായിരിക്കണം. ഈ കാരണത്തിനു വേണ്ടി അവരെ സ്വാതന്ത്ര്യയാക്കുന്നു. അതുമാത്രമല്ല, ഞാനത് അവസാനം പറയാൻ ആഗ്രഹിക്കുന്നു. അവർ അമ്മയ്ക്ക് നൽകിയ സത്യം ഒരു തവണ അവർ പാലിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവരോട് കോടതിയുടെ ഭാഗത്തിൽ നിന്നും ഒരു അഭ്യർത്ഥന നൽകുന്നു. അതായത് അവസാനമായി അവർ മുന്നാബായ് സിനിമയിലെ വളരെ ഫേമസ് ആയ ഒരു പാട്ട് പൽ പൽ ഹർപ്പൽ, ആ പാട്ടിന്റെ ഒരു വരി പാടി നമ്മളെ സന്തോഷിപ്പിക്കണമെന്ന്. യു ആർ വെൽക്കം. ചേർന്ന് പാടിയല്ലോ നിങ്ങളും. पल 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 हर पल कैसे कटेगा पल हर पल 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 हर पल कैसे कटेगा पल हर पल दिल 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 में मची है हलचल कैसे कटेगा पल हर पल थैंक यू. നിങ്ങളെ ഞങ്ങൾ ഗൗരവത്തോടെ സ്വാതന്ത്ര്യയാക്കും. താങ്ക് യു. വളരെ വളരെ താങ്കൾ നന്ദി. ഇതുപോലെ തന്നെ ചാമിങ് ആയിട്ട് ജനങ്ങളെ എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം, അവർക്ക് സന്തോഷം നൽകിക്കൊണ്ടേയിരിക്കണം. ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളതുപോലെ താങ്കൾക്ക് ഒരു സ്ഥാനം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇന്നത്തെ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം നിങ്ങളെ വന്ന് ഞാൻ വീണ്ടും കാണുന്നതാണ്. നന്ദി, നമസ്കാരം.